ശത്രുക്കളുടെ 10 ഇരട്ടി എനിക്ക് മിത്രങ്ങളുണ്ട്. അതാണ് എൻ്റെ ശക്തി. അപ്പം നിലപാടുകൾ മുഖം നോക്കാതെ പറയുന്നു എന്നുള്ളത് കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും അസഹിഷ്ണുത പുലർത്തുന്ന ഒരു പാർട്ടിയായിട്ടാണ് CPM കണ്ടിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ സമരം വിജയിക്കരുതെന്ന് ഞാൻ പറയുന്നത്. എന്നാലും ഭരണം മാറുള്ളൂ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ജനാധിപത്യം നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം അതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ആ ഒരു പാർട്ടി ഘടന സംവിധാനം മാറാത്ത കാലത്തോളം ഈ പാർട്ടി പ്രായോഗിക തലത്തിൽ അത് പരാജയമാണ്. ശരിക്കും ഒരു വർഗീയതയ്ക്കെതിരെ, സംഘപരിവാറിനെതിരെ തന്നെയായിരുന്നു. എവിടെ ജനാധിപത്യം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ സംഘടന എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പാർട്ടി ബന്ധപ്പോൾ അച്യുതമേനോൻ എടുത്ത സ്റ്റാൻഡ് ആരോടും പാർട്ടിയോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ആ ജാതിക്കും മതത്തിനും എതിരായിട്ട് ആധുനിക കാലഘട്ടത്തിൽ ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള പോരാട്ടത്തുമായിട്ട് അത് ചേർത്ത് വെക്കുകയാണ്. ഇവർ പണ്ടേ ധരിച്ചുപോയി ഇവർ എഴുത്തുകാരാണ്. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റി ഒന്നും വേണ്ട. പണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ഒരു 2 പുസ്തകം ഒരുമിച്ച് വായിക്കുകയാണ്. അപ്പോൾ ഭയങ്കര കോലാഹലം, ആക്രമണം ഉണ്ടായി അല്ലേ? പുസ്തകം വായിക്കാത്തവരുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി. ഒരു നടൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നടൻ്റെ ഒരു വലിയ നാടകത്തിൽ നടൻ്റെ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സമയത്ത് ദൈവമാണ്. അന്നത്തെ കോഴിക്കോടൻ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായ രാത്രിയാണ്. ഇത് വീണ്ടും വായിക്കാൻ തോന്നിപ്പിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടാവുമല്ലോ. വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ചില സിനിമകളൊക്കെ ഞാനൊക്കെ 5ഉം 10ഉം പ്രാവശ്യം അതിലേയും കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ പാർട്ടിയിലല്ല പ്രവർത്തിച്ചിരുന്നത്. എനിക്ക് സാംസ്കാരിക വേദിയിലാണ്.